ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷനാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ കൺസ്ട്രക്ഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ പണികൾ എവിടെയാണെന്നുള്ളതും കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ കണ്ടൊന്ന് പോവാം. അപ്പോൾ നമ്മൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ കാഴ്ചകൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണേ. ഇവിടെ കൂടെ രാവിലെ ഒരു 9 മണിക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു തിരക്ക് ഇവിടെയില്ല. ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ചിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, പെയിൻറ്റിങ് വരെ തുടങ്ങിയിട്ടുണ്ട്. നല്ല പൊടിശല്യമാണ്, പക്ഷെ താഴത്തെ റോഡുകളൊന്നും നല്ല രീതിയിൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ നേരത്തെ ചെയ്യാവുന്നതായിരുന്നു. ഇനിയിപ്പോൾ മഴ വരാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള കുഴികളും വെള്ളക്കെട്ടൊക്കെ ആയിരിക്കും. ഈ ഒരു വേനൽ സമയത്തൊക്കെ ഈ താഴെയുള്ള റോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ പിന്നെ മണ്ണെടുത്തിട്ടുണ്ട്. ഡിവൈഡറൊക്കെ വരുന്ന ഭാഗത്ത് ആ ഒരു ഹൈറ്റിനനുസരിച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇവർക്ക് നേരത്തെ തന്നെ ചെയ്തു തീർക്കാനുള്ള പണികളുണ്ടായിരുന്നു. ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെക്കാളും ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ താഴെയുള്ള റോഡ് ടാർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത്രത്തോളം ജനങ്ങൾ ഒരു 3-4 വർഷമായിട്ട് കഷ്ടപ്പെടുകയാണ്. ഇതേ ഒരു ക്രെയിൻ, അപ്പം ഈ ക്രെയിൻ്റെ മുകളിൽ കയറി നിന്നിട്ടൊക്കെയാണ് ഇവരിങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇതാണ്. കാരണം കോടിക്കണക്കിന് ജനങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പെട്രോള്, ഡീസലൊക്കെ ആണെങ്കിലും വണ്ടിയുടെ പ്രശ്നങ്ങൾ, പിന്നെ എത്രയോ ആൾക്കാർ മരിക്കുന്നു, പിന്നെ സമയം, ഇതെല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഇത്രയായിട്ടും അങ്ങ് സ്പീഡപ്പ് ആവുന്നില്ല. അതിനിടയിൽ KCBയുടെ വേറെ പ്രശ്നമുണ്ട്. ഇവിടുത്തെ വർക്കുകളെല്ലാം നല്ല ലെവലിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും പ്രശ്നമുള്ള ഒരു ഏരിയ. ഇവിടെയാണ് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവാണ്ട് കിടക്കുന്നത്. ഇവിടെയാണ് മറ്റേ 11 kVയുടെ ലൈൻ പോകുന്ന ആ ഒരു സ്ഥലം. ഈ ഒരു ഏരിയയിലാണ് ഇനി മെയിനായിട്ട് വർക്കുകൾ പൂർത്തിയാവാനായി കിടക്കുന്ന ഒരു ഏരിയ. ഈ ഒരു ഏരിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നല്ല ലെവലിൽ തന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് മെയിൻ പ്രശ്നമായിട്ട് കിടക്കുന്നത്. ഇനി എന്നാണ് ഈ ഒരു തർക്കമൊക്കെ തീർന്ന് ഈ ഒരു ഏരിയയിലെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതെന്നുള്ളതാണ് അടുത്തത്. ശരിക്കും ഇതിൻ്റെ താഴെയൊക്കെ നല്ല രീതിയിൽ റോഡിന് വീതി കൂടിയിട്ടുണ്ട്. അതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇവിടങ്ങളിലൊക്കെ മണ്ണാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. മണ്ണെടുത്ത് മാറ്റുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഒരിത്തിരി പോലും മണ്ണ് കാണാതെ നല്ല നീറ്റായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ സൂപ്പറാണെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വൃത്തികേടാക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തോരം വേസ്റ്റും കാര്യങ്ങളാണ് നമ്മുടെ ഈ റോഡിൽ നിന്നുള്ളത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ജനങ്ങളും അതൊക്കെ സൂക്ഷിക്കുന്ന ഒരു രീതിയിൽ തന്നെ ആവണം. ഇതിപ്പോൾ നമ്മുടെ അരൂർ ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇവിടെ വണ്ടികളൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് യാത്ര. ഈ വഴി ഡീവിയേറ്റ് ചെയ്ത് ചേർത്തല പോയി കയറാവുന്നതാണ്. ഇതായിരുന്നു ഒരുപാട് പേര് ആശ്രയിച്ചിരുന്ന ഒരു വഴി. അപ്പോൾ അതൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഡയറക്റ്റായിട്ട് പോകാമെന്നുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു വഴിയൊക്കെ പോകുമ്പോൾ. കാരണം ഒരുപാട് പേര് ക്രോസൊക്കെ ചെയ്യുന്നുണ്ട്. സാമാന്യം തിരക്കുള്ളൊരു സമയം തന്നെയാണ്. സാമാന്യമല്ല, നല്ല രീതിയിൽ തിരക്കുള്ളൊരു സമയമാണ്. കാരണം സ്കൂളിലും ജോലിക്കുമൊക്കെ പോകുന്നൊരു സമയമാണ്. ആലപ്പുഴ സൈഡിലേക്ക് തിരക്ക് കുറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു റോഡിൻ്റെ വീതിയൊക്കെ കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ റോഡിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വണ്ടി ഓടിക്കുന്നൊരു കാര്യം. ഇപ്പോൾ ചില സ്ലോ ആയിട്ട് പോകേണ്ട വണ്ടികൾ പോലും ലെഫ്റ്റിലൂടെ പോകാതെ റൈറ്റിലൂടെ ഓവർടേക്ക് ചെയ്ത് പോയി മാറ്റാതെ പോകുന്നൊരു സാഹചര്യമാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ, അതായത് ബൈക്കിൽ വരുന്നതാണെങ്കിലും കാറിൽ വരുന്നതാണെങ്കിലും ലോറിയിൽ വരുന്നതാണെങ്കിലും എല്ലാത്തിൻ്റെയും അവർ മാറില്ല, വേണമെങ്കിൽ ബാക്കിയുള്ളവർ മാറിക്കോണം എന്നുള്ള രീതിയിലാണ്. എല്ലാവരും അല്ല, എന്നാലും പലരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മുന്നിൽ പോകുന്ന 2 വണ്ടികളും നല്ല സ്ലോയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഹോൺ അടിച്ചാലും കാര്യങ്ങളൊന്നും അവർ മാറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പീഡിൽ പോകാവുന്നതാണ്. പക്ഷേ ഇതുപോലെ 2 വണ്ടികൾ ഇങ്ങനെ മുന്നിൽ പോകുമ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകുന്നതിൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെയൊക്കെ ആണെങ്കിലും പണികളുടെ കാര്യത്തിൽ ഏകദേശം നല്ലോണം കഴിഞ്ഞായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് ഡിവൈഡറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ബാക്കിയുള്ളത്. അവിടെ റോഡിൽ മണ്ണ് കിടക്കുന്നുണ്ട്. അവിടെ ആ സൈഡിലൊക്കെ മണ്ണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഡ്രെയിനേജിനടുത്തൊക്കെ മണ്ണ് കിടക്കുന്നുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പണികളും തീർന്നെന്ന് തന്നെ വിചാരിക്കാം നമുക്ക്. ഇപ്പോഴാണെങ്കിൽ ഒരു 2 വീലറിന് പോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു രീതിയിൽ അവിടെ മണ്ണിങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നിന്നും പക്ഷേ നല്ല സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല. കാരണം ഈ ഒരു പോകുന്ന റൂട്ടിലൊക്കെ ആണെങ്കിലും റോഡിൽ നടുക്ക് വെച്ചിട്ട് തന്നെയാണ് പണികളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇത് കൂടുതലുള്ള ആക്സിഡൻസിനൊക്കെ കാരണങ്ങളാവുന്നു. ഈ ഒരു പണി നടക്കുന്ന സമയങ്ങളിൽ തുടക്കത്തിലൊക്കെ ആണെങ്കിലും പല ആക്സിഡൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും
അതിന് ഒരു സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. എന്തെങ്കിലും നെറ്റോ കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ചുകൂടെ സേഫ്റ്റി ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ ഈ ഒരു ഏരിയയിലൊക്കെ പില്ലറിന് നമ്പറൊക്കെ വന്നിട്ടുണ്ട്. P85 അങ്ങനെ നമ്പറുകൾ വന്നിട്ടുണ്ട്. P86 അങ്ങനെ ഓരോ പില്ലേഴ്സിന് എന്താ നമ്പർ നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ കൊച്ചി മെട്രോയുടെ പില്ലറിന് സമാനമായിട്ട് ഇതുപോലെ പില്ലർ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സ്ഥലങ്ങളൊക്കെ. ഇതാ ഇവിടെ പില്ലർ 91 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുവഴി വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ളൊരു ബ്ലോക്കായിരുന്നു. അതിന് മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഡീവിയേഷൻ എടുത്ത് വേണമായിരുന്നു നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെയുള്ള പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് റൂട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിലായിട്ടുണ്ട്. ഒരു ഡീവിയേഷനൊന്നും എടുക്കേണ്ടി വരുന്നില്ല. പിന്നെ റോഡിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. വളരെ മോശമായിട്ടുള്ള റോഡ് തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും ഈ താഴെയുള്ള റോഡിൽ ചെയ്തിട്ടില്ല. പഴയ അതേ റോഡ് തന്നെയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ടാർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അതൊന്നും ചെയ്ത് തീർന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വാഹനങ്ങൾ കൂടുതലും സ്ലോ ആയിട്ട് പോകുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം റൈറ്റിലൂടെ പോകേണ്ടതും അതുപോലെ തന്നെ സ്ലോ ആയിട്ട് പോകേണ്ടവരൊക്കെ മറ്റ് സൈഡുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് നീക്കാനാണെങ്കിലും പാടാണ്. അതായത് ഹോൺ അടിച്ചാലും അവർ നീക്കുന്നില്ല. അപ്പം ഇതൊരു പാർട്ടിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ റൂളിങ്ങിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജനങ്ങൾ തന്നെ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ജനങ്ങളും പല കാര്യങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങളും കറക്റ്റാവും. നമ്മളിൽ പലവരും ഇപ്പം വിദേശ രാജ്യങ്ങളെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോലെയുള്ള ജനങ്ങളുടെ കുറേ പ്രശ്നങ്ങളാണ് നാടിനെ ഇങ്ങനെ ആക്കുന്നത്, വികസനത്തിന് തടയിടുന്നത്. പിന്നെ നമ്മളിപ്പോഴും പറയുമായിരുന്നു ട്രെയിനിലൊക്കെ കയറുമ്പോൾ ട്രെയിൻ യാത്ര വളരെ ദുരിതമാണ്, ഭയങ്കര ആൾക്കാർക്ക് വൃത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മെട്രോയിൽ എന്താ അതൊന്നും നടക്കാത്തത്? കാരണം മെട്രോയിൽ അങ്ങനെ ഫുഡ് കയറ്റാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ റൂൾസ് ഉണ്ട്. എന്തെങ്കിലും നമ്മൾ അതിനനുസരിച്ച് തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പണി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതറിയുന്നതുകൊണ്ടാണ് മെട്രോ വൃത്തികേടാവാത്തത്. സോ അതുപോലെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് വരണം. അപ്പോൾ നമ്മൾ ജനങ്ങൾ വേണം നമ്മുടെ നാടിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം റോങ് സൈഡ് കയറി വരുന്നവർക്കാണെങ്കിലും ക്യാമറാസൊക്കെ വെച്ചിട്ട് ഇതുപോലെ റോങ് സൈഡ് കയറി വരുന്നവർക്കും ഒരു വണ്ടി വരുമ്പോൾ അതിന് മാറ്റാതെ വേറെ സൈഡിൽ കൂടെ ഇങ്ങനെ പാഞ്ഞു വരുന്നതിനൊക്കെ ഫൈൻ അടിക്കണം. നല്ല രീതിയിലുള്ള ഫൈൻ തന്നെ അടിക്കണം. അപ്പോൾ തന്നെ ആൾക്കാർ കുറേയൊക്കെ മാറും. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട് തന്നെയാണ് പോകുന്നത്. ഡിവൈഡറിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ പെയിൻറ്റിങ് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ പില്ലറിന് നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഒരു റൂട്ടിൽ കൂടെ പോകുന്നതിലും മെച്ചപ്പെട്ട തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ മെച്ചപ്പെട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇതാ ക്രോസ് ചെയ്യാനുള്ള ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജംഗ്ഷൻ തന്നെയായിരുന്നു. ഇത് എരമല്ലൂരാണ്. എരമല്ലൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ജംഗ്ഷൻ തന്നെയായിരുന്നു. അതൊക്കെ ഒരു വലിയ ചേഞ്ച് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഓരോ സ്ഥലമാണിത്. ഇനിയാണെങ്കിലും താഴെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടായിരിക്കും. മുകളിലത്തെ ഹൈവേയിലൂടെ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ടുള്ള റോഡായിരിക്കും. അതായത് നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇങ്ങനെയുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജനങ്ങൾ അതിനൊത്ത് തന്നെ മാറേണ്ടതാണ്. ഈ ഒരു റോഡിലൂടെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഓരോ വാഹനങ്ങൾ മറ്റ് വാഹനങ്ങളെ കടത്തിവിടാതെ പോകുന്നതും അതുപോലെ സ്ലോ ചെയ്ത് പോകുന്നതും റോങ് സൈഡിലൂടെ വണ്ടി ഓടിക്കുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലും കാണാൻ കഴിയാറുണ്ട്. ഇപ്പോൾ എരമല്ലൂർ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന ഈ ഒരു ഏരിയയിൽ വലിയ രീതിയിൽ വർക്കുകൾ നടക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾക്ക് എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർക്കുള്ള ഇറങ്ങാനുള്ള റാമ്പാണ് ഈ സൈഡിൽ കാണുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ നാഷണൽ ഹൈവേ മുകളിലുള്ള എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള റാമ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ മണ്ണ് കിടക്കുന്നതാണ് അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിലും പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ചെറിയ ചെറിയ പണികളായിട്ടാണ് ഇനിയും കിടക്കുന്നത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല വീതി തന്നെ ഉണ്ട്. പിന്നെ ഡ്രെയിനേജ് വർക്കുകളും പൂർത്തിയായതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പണി തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി, 3 വർഷങ്ങളെന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രീതിയിലുള്ള വർക്കുകൾ തന്നെയായിട്ടാണ് നമുക്ക് കാണുന്നത്. എങ്കിലും അതിൻ്റെ ഒരു വേഗത അത് ഭയങ്കര കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മാത്രം പോകാനുള്ള ഒരു റോഡ് മാത്രമല്ല. ഇപ്പോൾ VIPs ആണെങ്കിലും മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലും ഒക്കെ എടുക്കേണ്ട റൂട്ട് തന്നെ ആയിരിക്കും ഇത്.
പിന്നെ ഇത് വേണ്ടാത്തതെന്ന് പറയുമ്പോൾ ഇത് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർ ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നൊക്കെ ആണെങ്കിൽ അവർക്ക് ലൈഫിൽ വൺസ് പോകേണ്ട ഒരു റൂട്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ കോൺട്രാക്ടേഴ്സിനാണെങ്കിലും വേറൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒക്കെ ആവശ്യമുള്ളൊരു റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേഗത കൂട്ടണമെന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഫണ്ടിൻ്റെ ആണോ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയും ടോളും കൂടെ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ ഇതിൻ്റെ ടോള് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ടോൾ എത്ര വരും, എത്ര രൂപയായിരിക്കും എന്ന് അറിയുമെങ്കിൽ, അല്ലെങ്കിൽ വല്ല ഗസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് പറയണേ. ഒരു 100 രൂപയ്ക്ക് മുകളിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട്. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നൊരു രീതിയിലാണ് നമുക്ക് യാത്രയ്ക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പല വണ്ടികളും സ്ലോ ആയിട്ട് പോകുന്നു, വേറെ സൈഡിൽ കൂടെ പോകുന്നു, ബാക്കിയുള്ള വാഹനങ്ങളെ കയറ്റിവിടാതെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പക്ഷേ ഹോൺ അടിച്ച് നമുക്ക് കയറി പോകാനും പറ്റും. ഇവിടെയൊക്കെ വരുമ്പോഴാണെങ്കിലും പെയിൻറ്റിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം മുന്നിലോട്ട് പോകുന്നിടത്ത് നമുക്ക് ചെറിയൊരു ഡീവിയേഷൻ കാണാം. ഇപ്പോൾ ഇവിടെ വീണ്ടും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ താഴത്തെ ഒരു പാലം അതൊരു പ്രശ്നമാണ്, പഴയ പാലമാണ്. അപ്പം ഒന്നെങ്കിൽ അതിൻ്റെ വീതി കൂട്ടേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. കുത്തിയതോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുത്തിയതോട് പാലമാണ് ഇനി മെയിൻ പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ കുത്തിയതോട് ലെഫ്റ്റ് സൈഡിലൂടെ ഡീവിയേഷൻ എടുത്താണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ഈ കാണുന്ന പാലം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട്. അപ്പം അതിൻ്റെ വീതിയും കാര്യങ്ങളും കൂടുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു ബാരിക്കേഡ് വെച്ചേക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. കൂടെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം.